പാപ്പനംകോട് മല ലൊക്കേഷനിൽ വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ തന്നെ ഒരു കിടുകിടിലൻ വീട് വന്നിട്ടുണ്ട്. മേഘം തിരന്തു കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർവിൽ ഒളിന്തു കൊള്ളവാ, മാർവിൽ ഒളിന്തു കൊണ്ടാൽ മാറൻ അன்பு വരും, കൂന്തലിൽ ഒളിന്തു കൊള്ള വരവാ, എൻ കൂന്തൽ ദേവൻ തൂങ്ങും പള്ളിയറയാ അറയാ, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, என் சுவாசம் உன் மூச்சு உன் வார்த்தை என் பேச்சு, 5-6 நூற்றாண்டு வாழ்வோ என் வாழ்வே, മലകളെ മലകളെ ഇത് നാലേ കാൽ സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK കൂടിയ പ്രോപ്പർട്ടിയാണിത്. ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് പടിഞ്ഞാറ് ദർശനത്തിലാണ്. ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത്. ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല രീതിയിൽ ടൈൽ വർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീട്ടിൽ 2 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് 2 കാറുകൾ പാർക്ക് ചെയ്തിടാൻ പറ്റും. ഒന്ന് ഈ ഫ്രണ്ടേജിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ മെയിൻ റോഡ് പോയിട്ട് ഈ വീടിന്റെ സൈഡിൽ കൂടി തന്നെ നല്ലൊരു റോഡ് താഴോട്ട് പോകുന്നുണ്ട്. ഈ റോഡിന്റെ സൈഡിലായിട്ട് നമുക്ക് ബാക്കിൽ നല്ല രീതിയിൽ ഒരു കാറ് പാർക്ക് ചെയ്തിടാനും പറ്റും. അതുപോലെ തന്നെ ഈ വീടിന്റെ ഫ്രണ്ട് ഡോറ് പണി കഴിപ്പിച്ചിട്ടുള്ള പ്ലാവിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്ലാവിൽ പണി കഴിപ്പിച്ച ഡബിൾ ഡോറാണ് ഇവര് ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഹാള് നമുക്ക് കാണാൻ പറ്റും. ഈ ഹാളിന്റെ മുകളിൽ തന്നെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഹാളിൽ തന്നെ നല്ല രീതിയിൽ പാനലിംഗ് വർക്കോട് കൂടി നല്ലൊരു TV യൂണിറ്റ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ TV യൂണിറ്റിന്റെ സൈഡിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഹാളിന്റെ സൈഡിൽ കൂടെ ഡോർ തുറന്ന് നമുക്ക് ടെറസിലേക്ക് പോകാൻ പറ്റും. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നതിന്റെ സ്റ്റെയറിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്കുകളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ നല്ല രീതിയിലുള്ള ഒരു വലിയ ജനാലയും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ഹാള് നമുക്ക് കാണാൻ പറ്റും. ഈ ഹാളിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വലിയ രീതിയിലുള്ള ഒരു TV യൂണിറ്റ് തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹാളിന്റെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങാനുള്ള സ്പേസ്, അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഗാർഡൻ വർക്കിനുള്ള ഏരിയയും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തോട്ട് ഈ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഡോർ തുറന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം മനോഹരമായ രീതിയിലുള്ള ചെറിയൊരു സിറ്റൗട്ട് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന്റെ രണ്ടാമത്തെ ഗേറ്റിലോട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. നല്ല മനോഹരമായ രീതിയിലുള്ള കാർ പാർക്കിംഗ് ഏരിയയാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ഗേറ്റിൽ അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ താഴെയുള്ള ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിണർ കാണാൻ പറ്റും. അത്യാവശ്യം മനോഹരമായ കിണർ നമുക്ക് കാണാൻ പറ്റും. ഈ വീടിനുള്ളതെന്ന് പറഞ്ഞാൽ കിണറും പൈപ്പ് കണക്ഷൻ വാട്ടർ സോഴ്സ് ആയിട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ കിച്ചന്റെ ഔട്ടറിലായിട്ട് നല്ല രീതിയിലുള്ള ഗ്യാസ് സ്റ്റോറേജ് നമുക്ക് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഹാളിന്റെ ഇപ്പുറത്ത് ഈ സൈഡിലായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാൻ പറ്റും. ഡൈനിങ് ഏരിയ ഹാളും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സെൽഫ് റാക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള സെൽഫ് റാക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവേർട്ടർ വയ്ക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിലായിട്ട് തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വാഷ് ബേസിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ സൈഡിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നൂതന മോഡലിലുള്ള ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കിച്ചണിൽ നല്ല രീതിയിലുള്ള ടൈൽ വർക്ക് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള കിച്ചൺ വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നൂതന മോഡലുള്ള കിച്ചൺ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും.
ഈ കിച്ചന്റെ സൈഡിലുള്ള ഡോർ തുറന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പൈപ്പ് കണക്ഷനും പവർ പ്ലഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് നല്ലൊരു നനകല്ല് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന് ഇവര് ഹാവൽസിന്റെ VLC ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം വലിപ്പമുള്ള എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാലയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈഡിൽ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങിയ ചെറിയൊരു ബാൽക്കണി നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ബാൽക്കണി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിന്റെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളെ ഡ്രസ്സൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാർഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാർഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലായിട്ട് ബെഡ്റൂമിന്റെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ ഈ സൈഡിലായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ബാത്റൂം വർക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിലുള്ള വാൾഡ്രോപ്പ് ഇവരുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാൾഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബാത്റൂം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ ടെറസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ വീടിന് വാട്ടർ സ്റ്റോറേജ് ആയിട്ട് 750 ലിറ്ററിന്റെ വാട്ടർ ടാങ്കാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും നല്ലൊരു ലൊക്കേഷനിലുള്ള ഇത്രയും നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.